1923 മാതൃഭൂമി പത്രം കോഴിക്കോട്ടു നിന്ന് ആരംഭിച്ചത് ആര്? കെ.പി. കേശവമേനോൻ. കേരളത്തിലെ ആദ്യ ഖാദി ഗ്രാമം ബാലുശ്ശേരി. കേരളത്തിൽ ഗാന്ധിജി ആദ്യമായി പ്രസംഗിച്ച മൈതാനം മുതലക്കുളം മൈതാനം, കോഴിക്കോട്. 1934 വടകരയിൽ വെച്ച് ഹരിജൻ ഫണ്ടിലേക്കായി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി കൗമുദി ടീച്ചർ. പ്രാചീന കാലത്ത് കോവിൽ കണി എന്നും പന്തലായനി കൊല്ലം എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊയിലാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടി. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതിവട്ടം. ഇന്ത്യയിലാദ്യമായി ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ നിലയം സ്ഥാപിച്ചത് എവിടെ? വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ അണക്കെട്ടിൽ. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റ. കോഴിക്കോട് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴ. കേരളത്തിൽ ഓടു വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഫറോക്ക്. കേരളത്തിൽ തടി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം കല്ലായി. കേരളത്തിൽ ഉരു നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം